ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സിൽ ഒന്നാണ് ലെറ്റർ റൈറ്റിംഗ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫോർമൽ ലെറ്റർ റൈറ്റിംഗ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇസ് ഇൻഫോർമൽ ലെറ്റർ ആവുമ്പോൾ ഇൻഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം. എന്താണ് ഇൻഫോർമൽ ലാംഗ്വേജ്? ഇൻഫോർമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, വീട്ടുകാരോട്, റിലേറ്റീവ്സിനോടൊക്കെ സംസാരിക്കുന്ന വളരെ കാഷ്വൽ ലാംഗ്വേജ് ഇല്ലേ, ആ ലാംഗ്വേജിലായിരിക്കണം നിങ്ങളുടെ ലെറ്റർ കിടക്കുന്നത്. ഓക്കെ. സെക്കൻഡ് ഇസ് നിങ്ങളുടെ ഫോമാറ്റ് പക്കയായിരിക്കണം. അപ്പോൾ ആ ഫോമാറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ബോക്സിന് ഒരു ലെറ്ററിലിടുക. അപ്പം നല്ല വൃത്തിയായിരിക്കും ലെറ്റർ കാണാൻ. ഓക്കെ. ആൻഡ് ദെൻ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് സെൻഡറിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ. അപ്പം ആരാണോ കത്ത് എഴുതിയത് അയാൾക്കാണല്ലോ പ്രയോറിറ്റി. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ആളുടെ അഡ്രസ്സ് എഴുതും. ഞാനാണ് കത്ത് എഴുതുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ SR അപ്പാർട്ട്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ചെറിയ സ്പേസ് വിടും അല്ലേ, നമ്മളൊരു ഗ്യാപ്പ് വിടും അതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ് കൊടുക്കും. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും നമ്മളൊരു ഗ്യാപ്പ് വിടും. എന്നിട്ട് ആ ഗ്യാപ്പിൻ്റെ താഴെ നമ്മൾ എന്ത് കൊടുക്കും? ഡിയർ ഫ്രണ്ട്, ഡിയർ രഘു, ഡിയർ അല്ലെങ്കിൽ ചുമ്മാ ഡിയർ. ഓക്കെ. അപ്പോൾ അങ്ങനെ സാല്യൂട്ടേഷൻ കൊടുക്കുക. സാല്യൂട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ അല്ലേ, നമ്മുടെ മെയിൻ ബോഡിയുടെ ഇൻട്രൊഡക്ഷനിൽ എന്ത് ചെയ്യണം? മാക്സിമം ഒലിപ്പിക്കുക, സുഖിപ്പിക്കുക. ഓക്കെ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിനാണ് എഴുതുന്നത്, ഐ ഹാവ് ബീൻ മിസ്സിങ് യു എ ലോട്ട്, വെർ ഹാവ് യു ബീൻ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം പതപ്പിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ പിന്നെ എന്ത് ആഡ് ചെയ്യണം? ഞാൻ എന്തിനാണ് കത്ത് എഴുതുന്നത്? ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദിസ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കത്ത് എഴുതുന്നത് എന്നുള്ള ഡീറ്റെയിലും അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ബോഡി എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, ആ മെയിൻ ബോഡി അവിടെ കൊടുക്കാം. ഓക്കെ. സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. ആൻഡ് ആ പാരഗ്രാഫിൻ്റെ അവസാനത്തിൽ എന്ത് പറയാം? ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. ഓക്കെ. I can't believe we have spent this much time apart. I would like to share my experience with you. എന്നൊക്കെ പറഞ്ഞിട്ട് I wish you were here with me. I'm dying to meet you. I'm eagerly waiting for your reply. Please write me as soon as possible. അല്ലെങ്കിൽ please write me the moment you receive this letter. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഫീലിങ്സ് വാരിയിടുക അവിടെ. ഓക്കെ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ബി ഇമോഷണൽ. ഓക്കെ. യു മിസ് ദാറ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ യു ആർ എക്സൈറ്റഡ്. ഈ ഒരു ലെറ്റർ നിങ്ങൾ ഒരാളുടെ ഭയങ്കര ഫാൻ, അയാൾക്ക് നിങ്ങളൊരു ലെറ്റർ എഴുതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എവിടെ ഉണ്ടാവണം? ആ കൺക്ലൂഷനിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈൻ ഓഫ് ചെയ്യാം. യുവർ ഡൈ ഹാർട്ട് ഫാൻ SR, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ഇനി ചിലർക്ക് വേണമെങ്കിൽ എന്തിടാം? യുവേഴ്സ് എന്ന് പറയാം. അതിൽ എപ്പോസ്ട്രോഫി ഇല്ല, YOURS എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പേര് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാംഗ്വേജ് ഇൻഫോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തുക. പ്രോപ്പറായിട്ട് സ്പേസ് കൊടുത്ത് പ്രോപ്പർ പാരഗ്രാഫ് ഡിവിഷൻ കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.